Hello guys, welcome back to Medium Vlogs. എന്തുണ്ട് വിശേഷം? ഗൈസ് നമ്മളുള്ള ബീച്ചിലാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നമ്മളിപ്പോൾ ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടുവരിക. ഇൻട്രോ എടുക്കാൻ വേണ്ടി നമ്മൾ കുറെ എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. പറഞ്ഞില്ല നമ്മൾ ബീച്ച് ഫുൾ എക്സ്പ്ലോർ ചെയ്യണേനും പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ അവിടെ നമ്മൾ എത്തിയതിന് വീഡിയോസൊക്കെ കണ്ടുവരിക. നമ്മൾ ഇൻട്രോ എടുക്കാൻ മാത്രം വന്ന സ്ഥലമാണ് ഗൈസ്. ബൈ. Yeah, that body's a blessing, girl. I ain't tryna pressure her. She messed with the temperature. I wrote the song, but I am the messenger. Through the metropolis, there is no stopping this. Flowers and kisses, yeah. I heard you like chocolate. Light up the candles, tune up this channel. It's the ride of your life, girl. My room is Orlando. Who's the man though? How much can you handle? I go commando. That body so big. അപ്പൊ നമ്മള് ഞങ്ങളിപ്പോ ബീച്ചിന്റെ അടുത്തുള്ള ഇൻട്രോ കണ്ടിട്ടുണ്ടാവൂലേ? പിന്നെ അപ്പോ ഇനി നമ്മൾ കുറെ നേരം നടന്നിക്കണം, ഇങ്ങനെ കുറെ നേരം നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കുറെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അത് ഫുള്ള് വണ്ടി ഒന്നും കയറിയിട്ടില്ല, ഫുള്ളില്ലേ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം ബീച്ചുകളിൽ ഫുള്ള് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഗോതിപാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്, കോഴിക്കോടുള്ള തന്നെ ഗോതിപാലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. വ്യൂ കാണണ്ടാവും വ്യൂ നോക്കിയാൽ അവിടെ ലെവല്. അപ്പോൾ നമ്മൾ പാലത്ത് കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ, നല്ല വെയിലും അല്ലേ. പിന്നെ പൊളി ഉച്ച എത്ര മണിയായി? അല്ല 4 മണിയാവാനായിരിക്കും, എന്നാലും ഭയങ്കര വെയിലിപ്പോൾ. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് പിന്നെ പുതിയ ഇനി എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഇനി എക്സ്പ്ലോറിങ് ആണ്, ഫുൾ ഓൺ എക്സ്പ്ലോറിങ് ആയിരിക്കും വീഡിയോസ് വരുന്നത് അല്ലേ. ഫുൾ എക്സ്പ്ലോറിങ് ആയിരിക്കും വരാൻ പോണത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കോഴിക്കോട്, നമ്മളെല്ലാവരും കോഴിക്കോട് ബീച്ചാണ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെന്താണ്, അപ്പോൾ നമ്മളിപ്പോൾ പാലം കടന്നതിന് ഇനി കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പബ്ലിക് എല്ലാവരും വരുന്ന ഒരു ബീച്ചുണ്ട്, അവിടെ കാണിച്ചു തരാം. അവിടുത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇനി നമ്മൾ കുറേ ആയില്ലേ പുറത്തേക്ക് പോയിട്ടില്ലേ. ഇഷ്ടമായി കൊറോണ കാലത്ത് നിങ്ങൾക്ക് ബീച്ചിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ബീച്ച് ഇപ്പം എന്താ അവസ്ഥ, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ഫോർ ഇറ്റ്. എല്ലാവരും വീഡിയോ ഫുള്ളിരുന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ഗൈസ് നമ്മളിതപ്പോൾ ബീച്ചിൻ്റെ അവിടെ എത്തി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഭയങ്കര ടയർഡായി, എവിടെയെങ്കിലും ഒന്ന് ഷാനി ഇരിക്കട്ടെ, എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്തിട്ട്. ഭയങ്കര കുഴക്കാറുണ്ട്. അവിടെ ഒരു ഇതുണ്ട്, എന്താണ് മറ്റെന്തേലും അതിൻ്റെ പേര്, ബസ് സ്റ്റോപ്പ് ഉണ്ട് ഗൈസ്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഇരിക്കാട്ടോ. ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, എന്തായാലും ഓക്കെ ഗൈസ്, ലൈക്ക് അടിക്കപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇല്ല നമ്മൾ ഈ മറ്റേ ഇരിക്കാൻ പറ്റിയ സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് ഗൈസ്. അടിപൊളിയാട്ടോ, പൊളി വ്യൂ അല്ലേ, പൊളി സംഭവം. എന്തൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എങ്ങനെയുണ്ട് സംഭവം? ഇടുക്കല്ലേ പൊളി സാധനം. നമ്മളിങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാവുന്നതാണ്. ഇവിടെ ഇരുന്ന് നല്ല വെയിലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്, പൊളിയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. മാസ്ക് ഒക്കെ ഒന്ന് ഊരി കുറച്ച് നേരം ഊരിട്ടാണ്. ഭയങ്കര ആളൊന്നും ഇല്ല കേട്ടോ. ഓ, ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷെ അതേമാതിരി തന്നെ നല്ല കാറ്റുണ്ടോ അറിയില്ല, എന്തായാലും നോക്കട്ടെ. ഗൈസ് ഭയങ്കര ഇരുട്ടെടുക്കാണ്, എന്നാലും അടിപൊളി സംഭവം, പൊളി വ്യൂ അടിപൊളിയല്ലേ. സൺസെറ്റ് കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും അവിടെ എന്തെങ്കിലും എന്താ പറയാ, ആരൊക്കെ കുറച്ച് ചെക്കന്മാരൊക്കെ കളിക്കുന്നുണ്ട്, എന്തായാലും നോക്കി നോക്കാം. അങ്ങോട്ട് അപ്പൊ ഗൈസ് ബീച്ചിൽ പുതിയ സംഭവങ്ങൾ തുടങ്ങിയിരിക്കണേ. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കോട്ടാണ് നടക്കണേ. സംഭവം പുതിയെന്ന് വെച്ചാൽ സ്കേറ്റിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് പുതിയൊരു സംഭവം. പിന്നെ സ്കേറ്റിംഗ് ഇപ്പൊ തന്നെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഫുൾ ഓൺ സ്കേറ്റിങ്ങും പിന്നെ സ്കേറ്റിങ് സൈക്ലിങ് എല്ലാ സംഭവം തന്നെ കേട്ടോ. ഫുള്ള് ഇതിപ്പോ പുതിയത് നടന്നോണ്ടിരിക്കുകയാണ്. ഇനിയും പണിയെടുക്കാണ്ട് തോന്നുന്നു. ഈ ഒരു വൈഡാണ്, അവിടെ നമ്മളിങ്ങനെ നടന്നു നിന്ന് നമ്മൾ നടക്കുന്ന പാത. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ കുറെ സ്റ്റോറീസ് ഒക്കെ കാണാം അല്ലേ. ഇവിടെ നിന്ന് തന്നെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യും എല്ലാവരും. സ്കേറ്റിങ് കാരണം എല്ലാം ഉള്ളത് ഇവിടെ നിന്ന് തന്നെ കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കോടിൻ്റെ ഭംഗി. ഇനിയും കാണാൻ കിട്ടും. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോകാൻ കേട്ടോ. നമ്മളെ ഫുള്ള് നടന്ന് കൊയങ്ങിക്കണ്. ഉച്ചക്ക് ഇറങ്ങിയതാണ്. ഫുള്ള് വെയിൽ കൊണ്ട് കറച്ച് പണിയായി. അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ ഇതിലാണ് കേട്ടോ. ഇനി കുറേ ഉണ്ട് അങ്ങോട്ട് നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി ശരിക്കും ഇതിൻ്റെ പബ്ലിക് കുറേ ആൾക്കാർ അവിടെ ബീച്ചിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. കാണില്ല കോപ്പറായിട്ട് പറഞ്ഞ സൂം കുറച്ച് കുറവാണ്. പുരോഗമിക്കാൻ പോവാണ് ആ സംഭവം തന്നെ. ആ സംഭവം സ്കൂളിൽ വേഗം ഞാനൊരു സൺസെറ്റ് കൊടുക്കേനും കേട്ടോ. ഞാനൊരു സൺസെറ്റ് കിട്ടേനും. പക്ഷെ സൺസെറ്റ് കിട്ടുമെന്ന് പറയാം നമുക്ക് കുറച്ച് നേരം ലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കുറേ നേരമായി വന്നിട്ടില്ലേ. സംഭവങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ് ചെയ്യുക. കുറച്ച് ഒരു സംഭവം കൂടി നമുക്ക് കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ കിട്ടാം. എത്ര ലെങ്ത് ആയിക്കണമെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ബീച്ചിലെത്തിക്കുന്നതാ. കുറച്ച് കുഴപ്പമൊന്നുമില്ല. കുറച്ച് എനർജീൻ്റെ കുറവുണ്ട്. ഒന്നും തിന്നിട്ടൊന്നുമില്ല. അങ്ങനെയാണ് വലിയ കാര്യമാണ്. ഓക്കെ അപ്പോൾ ചെക്കന്മാർ ഫുള്ള് അവിടെ അടിച്ച് കൊള്ളിയാണ് കഴിച്ചത്. അപ്പോൾ ഫുള്ള് വേറെന്താ വള്ളത്തിലേക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഷൂ ഒക്കെ ആട്ടെ എനിക്ക് ചെറുപ്പല്ലേ ഇട്ട് വേണ്ട ഇതാവും. അപ്പോൾ ബീച്ചിലെത്തിയപ്പോൾ നിങ്ങളെ കുറേ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് വന്നത്. കുറേ നേരമായില്ലേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് സംഭവം ആലോചിച്ചത്. എന്തേ നമുക്ക് ഒരു റേസിങ്, അതും പൂയി മണ്ണി കൂടെ റേസിങ് കഴിച്ചു. പിന്നെ ഈ ക്യാമറന്റെ ഒരു സ്റ്റെബിലൈസേഷൻ നോക്കാനും അത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് റേസിങ് വെക്കാം. എന്താ വെച്ചാൽ പൂയി കൂടെ ഓടാം. ആദ്യമായിരിക്കും നിങ്ങൾ കാണാൻ കഴിച്ചു. 2 റൗണ്ടാ. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇത് വരും. അവിടെ തന്നെ ഫിനിഷിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഫിനിഷിംഗ് പോയിന്റ്. അവിടെ തട്ടുന്നതാ. ആ തട്ടൊരു കാണണ്ട അറിയില്ല. ആ തട്ടുണ്ട്. ആ തട്ട് നമ്മുടെ അടുത്ത് തന്നെ. അത് അവിടെ തട്ടി തിരിച്ച് ഇതേ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. ഓക്കെ റെഡി അല്ലേ? റെഡി. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ ലൈക്ക് അടി ലൈക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രോപ്പോന്റെ ഇത് നോക്കണം. സ്റ്റെബിലൈസർ കഴിച്ചപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെഡി. ഒറ്റുണ്ട് ഇവിടെ റെഡിയാക്കണ്ട്. വരന്ന് വെച്ചിട്ട് ഇതാ നമ്മൾ നിൽക്കുന്ന സ്ഥലം സൂപ്പർ വൈഡിൽ തട്ടിട്ട് അവിടെ ഒരു വര വെച്ചിക്കണ്. ആ തറ്റത്താണ്. റെഡി അല്ലേ? റെഡി. ഒന്ന് ചെയ്ത് റെഡി സ്റ്റഡി. ഒപ്പരാണോ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്ത് സംഭവം ഇടുക്കി അപ്പൊ ഗൈസ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇപ്പോ പുതിയതായിട്ട് വന്ന സംഭവങ്ങളാണ്. നമ്മളിപ്പോ ഇതിന് മുന്നേ സംഭവങ്ങളൊന്നും ഇല്ല. സിറ്റിങ്ങിന്റെ ഒന്നും ഇല്ല. പിന്നെ നമ്മളവിടേക്ക് പോയപ്പോ മറ്റേ സൈക്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ വന്നത്. ഭയങ്കര കുറെ വെറൈറ്റി സംഭവമൊക്കെ വന്നിട്ടുണ്ട്. കുറെ ആൾക്കാരും ഇത് ഈ അടുത്ത് തന്നെ ഉണ്ടാക്കിയതാ. പക്ഷെ എന്താ വെച്ചാൽ ആൾക്കാർ ഇവിടെ അങ്ങനെ നോർമൽ ആയിട്ട് വരുന്നില്ല. കുറെ കൊറോണ സിറ്റുവേഷൻ കാരണം കൊണ്ടായിരിക്കും അത്ര ആളൊന്നും ഉണ്ടാവില്ല. കുറെ ആൾക്കാരിപ്പോ പുതിയ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ട്. എന്നാലും പക്ഷെ സ്റ്റാർട്ടിങ്ങില് ഇതിനെക്കാട്ടി തിരക്ക് കുറവേനു അല്ലേ? ഇഷ്ടം പോലെ കുറവാണ്. ഇതിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞ് തോന്നുന്നു. അറിയില്ല എന്തുണ്ടോ അറിയില്ല. എന്തായാലും ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത് അല്ലേ? അപ്പൊ വേറൊന്നും ഇല്ല. എത്ര തന്നെ കുറെ ആയി വീഡിയോ തോന്നുന്നു. ഇതപ്പോ നിങ്ങൾക്ക് ചെറിയതാണോ വലുതാണോ എന്ന് അറിയില്ല. എന്തായാലും അടിപൊളി വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാം. അടുത്തൊരു കിടില വീഡിയോ ഇനി അടുത്തപ്പോൾ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ ആയി അങ്ങനെ പറയുന്നില്ല, വീഡിയോ ഒന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.